എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ നന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതവും രതീഷും ലാബിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റും നോക്കണം. അവിടെ എങ്ങും നോക്കിയിട്ട് അവിടെ എങ്ങും പിങ്കിയുടെ കാറൊന്നും കണ്ടില്ല. ഇതെന്താ രതീഷേട്ടാ, അവര് പുറത്ത് കാണാനല്ല ഡോക്ടർ പറഞ്ഞേ, കണ്ടില്ലോ എന്ന് പറയണം. അപ്പൊ രതീഷ് പറഞ്ഞു, ഒരുപക്ഷെ അവര് വല്ല ചായ എന്തെങ്കിലും കുടിക്കാൻ പോയി കാണോ, അറിയില്ല എന്ന് പറയണം. പെട്ടെന്നാണ് ഗീതന് ആ ഒരു ചിന്ത വന്നേ, ഇനിയിപ്പോ വല്ല ട്രാപ്പും ആയിരിക്കും രതീഷേട്ടാ. എന്ത് അല്ല, നമ്മളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ ലാബില് ഫോണൊക്കെ ഉപയോഗിക്കാന്നല്ല പറഞ്ഞേ. എന്നിട്ട് അവരെന്താ പറഞ്ഞേ, ലാബിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റുള്ളത്. അത് മാത്രമല്ല, ആ ലാബിലുണ്ടായിരുന്ന അവര് പറഞ്ഞു കേട്ടില്ലേ, ഇതൊന്നും സരോഗസിക്ക് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളല്ലെന്ന്. പിന്നെ എന്തിനാ നമ്മളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ? എനിക്ക് മിക്കവാറും തോന്നേ ഇതെന്തോ ഒരു ട്രാപ്പാന്ന് തോന്നേ. വാ, നമ്മൾ ഇനിയിപ്പോ നോക്കി നിന്നിട്ട് കാര്യമില്ല, നമുക്കൊരു വണ്ടി വിളിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഇപ്പൊ തന്നെ സമയം വൈകിന്ന് പറയണം. അങ്ങനെ അവര് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് ആകെപ്പാടെ നന്ദ ഭ്രാന്ത് പിടിച്ച് നന്ദയും കൂടെ അങ്ങോട്ട് വന്നു. നന്ദ പെട്ടെന്ന് അവരെ കണ്ടു. നിങ്ങളിത് എവിടെയായിരുന്നു, എത്ര സമയമായിരുന്നു ചോദിക്കുകയാണ്. അതിപ്പാ ഇനിയിപ്പോ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. പിന്നീട് ഗീതുവിനെ രതീഷിനെയും കൂടെ നേരെ ഹോസ്പിറ്റലിനകത്തേക്ക് കയറി ചെല്ലുവാണ്. ആ സമയം അവിടെ അരുന്ധതി ഗൗതം നിൽക്കുന്നുണ്ടായിരുന്നു. ഇവര് വരുന്ന കണ്ടപ്പോ തന്നെ പെട്ടെന്ന് തന്നെ അരുന്ധതിക്ക് ഒരു ഞെട്ടനുണ്ട്. ദൈവമേ, എന്തിനായിരിക്കുള്ള പുറപ്പാട്, ഇനിയിപ്പോ സത്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും എന്നെന്താ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് ഗൗതത്തിന്റെ അടുത്ത് നന്ദ വന്നിട്ടുണ്ട്. ഗൗതം സാർ ഇതേ ഇവരെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുവാണ്. ഇതേ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണം. ഇത് കേട്ട അരുന്ധതി പറഞ്ഞു, ഇനിയിപ്പൊ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനായിട്ടാ, അതിന്റെയൊക്കെ സമയം കഴിഞ്ഞു പോയെന്ന് പറയണം. അല്ല, അത്ര ഉത്തരവാദിത്വം ഉള്ളവരാണെങ്കിൽ നേരത്തെ വരത്തില്ലെന്ന് ചോദിക്കുക. നന്ദ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഡോക്ടറോട് പറഞ്ഞോളാന്ന് പറയാം. ഡോക്ടറുടെ അടുത്തേക്ക് കയറി ചെല്ല, ഡോക്ടർ വലിച്ചു കയറാൻ തയ്യാറായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ കാര്യത്തിന് ഉത്തരവാദിത്തം വേണം. നന്ദയ്ക്കല്ലേലും ഇത്ര ഉത്തരവാദിത്തക്കുറവ് ആയിപ്പോയല്ലോ. പക്ഷെ നന്ദയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ കുറച്ചുകൂടി ഒരു കാര്യപ്രാപ്തിയൊക്കെ കാണിച്ചാലെന്ന് പറയാം. എന്ത് ചെയ്യാനാ, നന്ദയ്ക്ക് ഇങ്ങനെ സ്നേഹമില്ലെങ്കിലും പക്ഷെ പിങ്കിക്ക് അങ്ങനെയല്ല. പിങ്കിക്ക് എന്താണ് നിങ്ങളോട് രണ്ടുപേരും നല്ല സ്നേഹമുണ്ടെന്ന് പറയണം. എന്താ വലിയ പറഞ്ഞേ, അതെ പിങ്കിക്ക് സ്നേഹമുണ്ട്, അതുകൊണ്ടാണല്ലോ കൃത്യസമയത്ത് തന്നെ പിങ്കി ഇങ്ങോട്ട് വന്നേന്ന് പറയണം. ഇത് കേട്ട നന്ദയോട് ഞെട്ടലുണ്ടായി. വല്യമ്മ എന്തായി ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് നന്ദ ചോദിച്ചു, വല്യമ്മ എന്താ പറഞ്ഞെന്ന് ചോദിക്കും. ഇനിയിപ്പം ധൃതിപ്പെട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല ഡോക്ടറെ അടുത്തേക്ക്, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിങ്കിയുടെ ഉദരത്തില് നിങ്ങളുടെ രണ്ടുപേരുടെ കുഞ്ഞിനെ നിക്ഷേപിച്ചെന്ന് പറയാം. ഇത് കേട്ടും തലയ്ക്കൊരു കൂടം കൊണ്ട് അടിയേറ്റാൽ അവസ്ഥയായിപ്പോയി നന്ദയ്ക്ക്. എന്താ വല്യമ്മ പറഞ്ഞേ? ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യോ? പെട്ടെന്ന് നന്ദ ഗൗതത്തിന്റെ അടിയിലേക്ക് വന്നു. ഗൗതം സാർ പറ, എന്തൊക്കെയായി വല്യമ്മ പറയണേ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയാം. അത് പിന്നെ നന്ദ വരാൻ താമസിച്ചുകൊണ്ട് പിങ്കി വന്നിട്ടുണ്ടായിരുന്നു. പിങ്കി വന്നു കഴിഞ്ഞപ്പോ പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്ന് പറയണം. ഇതേ ഗൗതം സാർ വെറുതെ അനാവശ്യം പറയരുത് എന്ന് പറയണം. അനാവശ്യമല്ല, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞെന്ന് പറയാം. ഇത് കേട്ടതും നന്ദയ്ക്ക് അങ്ങോട്ട് സമനിലേറ്റി. പിന്നീട് ഗൗതത്തിന്റെ കോളർ നമ്മൾ കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടാന്ന്. പിങ്കിക്ക് ഇങ്ങനെ ഇതാ ഉണ്ടാക്കാനായിരുന്നെങ്കിൽ ഞാൻ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട്. ഇവര് മനഃപൂർവ്വം ആരോ ട്രാപ്പ് ചെയ്തേക്കുന്ന, അതെനിക്ക് നന്നായിട്ടറിയാം. ഇത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയണം. നന്ദ ഇങ്ങനെ പറയല്ലേ, പിന്നെ എങ്ങനെ പറയണം? ഇത്രയും വലിയൊരു ചതി നടന്നിട്ട് ഗൗതം സാർ എങ്ങനെ കൂട്ടിരിക്കാൻ പറ്റി? അല്ലെങ്കിലും ഗൗതം സാർ ഈ ചതി ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ എന്തായിരുന്നു കുഴപ്പം? ഞാൻ നിന്നെ എത്ര വട്ടം വിളിച്ചു വന്നാ, എന്നിട്ട് നീ കോൾ എടുത്തോ? അല്ലെങ്കിൽ കോൾ എടുത്തിട്ട് പറയുന്ന ഒന്നും കേൾക്കത്തും കൂടി ഇല്ലായിരുന്നു. അത് ഞാൻ ട്രാഫിക്കിലായിരുന്നു പറഞ്ഞല്ലോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. ദേ ഇങ്ങനെയാണെങ്കിൽ ഈ സരോഗസി വേണ്ടായിരുന്നു, ഈ സരോഗസിന്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു പറയണം. അൻപത് പറഞ്ഞു, ഇതെന്താ? ദേ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞിനെ കാണണം എന്നുള്ള, കൊഞ്ചിക്കണം എന്നുള്ള, അതിനു വേണ്ടിയിട്ടാണ്. ഇനി നീ ഇവിടെ കിടന്ന് വെറുതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. കൂടുതലൊന്നും പറയണ്ട, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയണം. പിന്നീട് നന്ദ അങ്ങോട്ട് പോവാണ്. നന്ദയ്ക്കാണ് ദേഷ്യ സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്ത ടെൻഷനായിരുന്നു. അപ്പോഴേക്കും നന്ദ നോക്കിക്കഴിയുമ്പോഴത്തേനും പിങ്കിനെ കൊണ്ട് അങ്ങോട്ട് വരുന്ന കണ്ടു. പിങ്കിനെ അങ്ങനെ വീഴ്ചാറിൽ ഇരുത്തിക്കൊണ്ട് വരുന്ന കാഴ്ച നന്ദയ്ക്ക് സമനിലേറ്റി. നന്ദ അങ്ങോട്ട് പാഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അരുന്ധതി കയറി തടഞ്ഞു. നീ എങ്ങോട്ടാ പോണേ? എനിക്ക് അവളെ കാണണം, പിങ്കിനെ കാണണം. അതെ, അവള് ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന, ഇനിയിപ്പൊ അവളെ പോയി ശല്യപ്പെടുത്താൻ നിൽക്കണ്ട, അവള് പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയണം. നന്ദയ്ക്കാണ് ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് വല്ലാത്തൊരവസ്ഥ. നന്ദ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പുറത്ത് പോയി നിന്ന് കഴിയുമ്പോഴത്തേനും ഗൗതം അങ്ങോട്ട് വന്നു. ഗൗതം വന്നിട്ട് പറഞ്ഞു, എന്താ നീ എന്താ ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ പോലെ തുടങ്ങുന്നേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കും ഗൗതം സാറ്, ഇത് ശരിക്കും ട്രാപ്പാന്നുള്ള കാര്യം എനിക്കറിയാം. എന്ത് ട്രാപ്പ്? ഇവിടെ ഒരു ട്രാപ്പും ഇല്ല. പിങ്കി കൃത്യസമയത്ത് തോന്നേണ്ട കാര്യം നടന്നു. നമുക്കൊരു കുഞ്ഞിനെ കിട്ടിയാൽ പോരെ? കുഞ്ഞിനെ കിട്ടിയാൽ മതി. പക്ഷെ അത് പിങ്കിയുടെ ഗർഭപാത്രം ആയിരിക്കില്ല ഒരിക്കലും. അവള് ചെയ്യുന്ന ചതിയാ. അത് ഗൗതം സാറിന് ഇപ്പോഴും മനസ്സിലായില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ തിരിച്ചറിയുമെന്ന് പറയാന്. ദേ അങ്ങനെയൊന്നും ഇല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലാന്ന്
പറയാം, അവള് നല്ലൊരു കാര്യം ചെയ്തതല്ലേ, നമുക്ക് വേണ്ടി പുണ്യപ്രവൃത്തിയല്ലേ അവള് ചെയ്തേ. അവളുടെ പുണ്യപ്രവൃത്തി ഗൗതം സാറിന് അവളെ അറിയാലോ, അവളുടെ സ്വഭാവം എന്താണെന്ന് അറിയാലോ. ഇതിന് പിന്നിൽ വലിയൊരു ചതി നടന്നിട്ടുണ്ട്. ആ ചതി എന്താണ് ഞാൻ തെളിയിക്കാൻ പോവാന്ന് പറയണേ. എങ്ങനെ? അതെ, ഇനിയിപ്പം ഗീതുവിനെ ആണ്ട് വന്ന് വിളിച്ചോണ്ട് പോയെന്ന് പറഞ്ഞില്ലേ, അത് ആരാന്നുള്ള കാര്യം ഞാൻ തെളിയിക്കും. പിങ്കിയാന്നറിഞ്ഞ ഉണ്ടല്ലോ, ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല, അറിയാലോ. വല്യമ്മ എന്തിനാ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്ന മാത്രം എനിക്ക് അറിയത്തില്ലാത്തുള്ളൂ. ഒന്നും അല്ലേലും വല്യമ്മയ്ക്ക് ഇത്ര ലോകപരിചയം ഉള്ള ആളല്ലേ. ഒരാളുടെ കള്ളത്തരം കണ്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ. വല്യമ്മ എന്നിട്ട് എന്തിനും ഏതിനും സപ്പോർട്ടുമായിട്ട് പിങ്കിയോടൊപ്പം നിന്നിരിക്കുന്നു. ഗൗതം പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. ദേ 10 മാസം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കിട്ടുമെന്ന് പറയാം. ദേ കുഞ്ഞിന്റെ കണക്കും കാര്യങ്ങളൊന്നും അല്ല എനിക്ക് കേൾക്കണ്ടേ. ഒരു കാരണവശാലും ആ കുഞ്ഞ് അവളുടെ ഉദരത്തിൽ വളരാൻ പാടില്ലെന്ന് പറയണേ. ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതവിടെ നിക്ഷേപിച്ചു കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞിന് ഇപ്പം പിങ്കിയുടെ വയറ്റിലുണ്ടെന്ന് പറയണം. പിന്നെ നീ എന്താ പറയണേ? അതിനെ കൊന്നു കളയണായിരുന്നു എന്ന് ചോദിക്കുക. കൊന്നു കളയണം നല്ല ഗോവിന്ദ് സാർ പറഞ്ഞേ. ഞാൻ പറഞ്ഞല്ലോ, പക്ഷേങ്കിൽ ഈ ചെയ്ത കുറച്ച് ക്രൂരതയായി പോയെന്ന് പറയണം. ആ സമയം പിങ്കി എന്ത് ചെയ്യാ? വല്ലാത്ത ടെൻഷനില്ല. ദൈവമേ, ഇനിയിപ്പൊ ഗീതു തന്നെ കണ്ടെത്തിയിട്ട് സത്യങ്ങളൊക്കെ തുറന്നു പറയും. തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താനാണ് ചതിച്ചെന്നുള്ള കാര്യം ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലിയ പ്രശ്നങ്ങൾ തന്നെയാ ഉണ്ടാവാനായിട്ട് പോകുന്നത്. അതൊരിക്കലും പാടില്ല. എങ്ങനെയെങ്കിലും അവരെ കയ്യിലെടുക്കണം. പിന്നീട് അവളുടെ അടുത്തേക്ക് ഒരു നേഴ്സ് വരുവാണ്. അപ്പൊ നേഴ്സിനോട് പിങ്കി ചോദിച്ചു, അല്ല ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് മുമ്പ് സരോഗസി ചെയ്യാനായിട്ട് തീരുമാനിച്ച ഗീതു എന്ന് പറയുന്നൊരു പെൺകുട്ടിയിലെ ഇവിടെ നേരെ അഡ്മിറ്റ് ആയിട്ടിരുന്ന ഗീതാഞ്ജലി. നേഴ്സിന് അവരെ മനസ്സിലായി നിൽക്കും. മനസ്സിലായി. അതെ, അവരെ പുറത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അവരിങ്ങോട്ടൊന്ന് വിളിപ്പിക്കാമെന്ന് ചോദിക്കും. എന്ത് പറ്റി? എനിക്ക് അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു പറയാം. ആണോ? അത് പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനാ വിളിച്ച അങ്ങനെ ഒന്നും പറയണ്ട. ഒരു പേഷ്യന്റ് കാണണമെന്ന് പറഞ്ഞു, അത്ര മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയണം. ശരി ശരി ഏറ്റു, ഞാനിപ്പോൾ തന്നെ ചെന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് ആ നേഴ്സ് പുറത്തേക്ക് ഇല്ലാണ്. ഈ സമയം ആകെപ്പാട് ടെൻഷൻ അടിച്ച് ഗീതു പുറത്ത് നിൽക്കുവാണ്. തനിക്ക് ഡോക്ടർ സഹായിക്കാൻ പറ്റിയില്ലോ എന്നൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ട്. അപ്പോഴാണ് നേഴ്സ് വന്ന് പറഞ്ഞു, അതെ നിങ്ങളുടെ അകത്തൊരു പേഷ്യന്റ് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാം. എന്നെയോ? അതെ, ചിലപ്പോൾ പരിചയത്തിലുള്ളായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടന്നില്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ടായിരിക്കില്ല. അവിടെ അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെന്നേക്കാൻ പറയാണ്. അതെ, ഞാൻ ഇച്ചിരി ഡ്യൂട്ടിയില്ല, അല്ലെങ്കിൽ ഞാനിപ്പോ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങനെ പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേനും പിങ്കി ഇങ്ങനെ ബെഡിൽ പുറം തിരിഞ്ഞിരിക്കുക. അപ്പൊ മുഖം കണ്ടില്ല. പെട്ടെന്ന് ഗീതു പറഞ്ഞു, അല്ല നിങ്ങൾ എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്തിനാ നിങ്ങളെ ഞാൻ കാണാനായിട്ട് വരുന്നേ? എന്താ കാര്യം? നിങ്ങൾ എന്നെ അന്വേഷിച്ചെന്ന് പറയുന്ന കേട്ടല്ലോ. അതിന് നിങ്ങളെ എനിക്ക് മുമ്പ് പരിചയമൊന്നുമില്ല, പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് എന്നെ വിളിപ്പിച്ചെന്നൊക്കെ 100 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി പറഞ്ഞു, അതെ ഞാൻ പറയാം, നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോന്ന് ചോദിച്ചാൽ പരിചയമുണ്ട്, ഞാൻ ആരാ നിങ്ങൾക്ക് അറിയണോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തിരിയുവാണ്. പിങ്കിനെ കണ്ടതും ഗീതുവിന് ദേഷ്യം. നിങ്ങളോ? ആഹാ, അപ്പൊ നിങ്ങളെ എന്നോട് ചതി ചെയ്തല്ലേ? എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. ഡോക്ടറെ വേഷം കെട്ടി എന്റെ മുന്നിലേക്ക് വന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഇത്ര സമയം അഭിനയിക്കുമായിരുന്നു അല്ലേന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഗീതു, ഞാൻ കൂടുതലൊന്നും പറയണ്ട. ഇപ്പം തന്നെ ഞാൻ നന്ദ ഡോക്ടറോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോവാ. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇത്ര വലിയ ചതി ചെയ്യണ്ടായിരുന്നു പറയാം എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകാൻ തിരിഞ്ഞു കഴിഞ്ഞപ്പത്തിന് പിങ്കി ഓടുവെന്ന് ഗീതുവിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. ഇതേ ഗീതു ചതിക്കരുതെന്ന് പറയാണ്. ചതിക്കരുതെന്നോ? അതെ, എന്റെ അവസ്ഥയും കൂടെ ഒന്ന് അറിയാം. ഞാൻ ആരാ എന്താന്നൊക്കെ അറിഞ്ഞതിന് ശേഷം അതെ ഗീതു ഒരു തീരുമാനത്തിലെത്താൻ പറയണം. എന്താ കാര്യം? നിനക്ക് എന്നോട് എന്താ പറയാനുള്ളേ? അതെ, എന്റെ ജീവിതം അറിയത്തില്ലാഞ്ഞിട്ടാ, എന്റെ ജീവിതകഥയെക്കുറിച്ച് അറിയത്തില്ലാഞ്ഞിട്ടാ. അറിയുവാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയത്തില്ലെന്ന് പറയാം. അല്ല നിങ്ങളുടെ കഥ എന്താ? എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല, എന്നാലും അറിയണം ഗീതു, നിങ്ങളിത് അറിയണമെന്ന് പറയണം. പിന്നീട് അർജുനുമായിട്ടുള്ള വിവാഹം നടന്നു. അതിനുശേഷം അർജുനെ കാണാതെ പോയതും പിന്നെ കുറെ കാലത്തിന് ശേഷം കിട്ടിയതിന് ശേഷം തങ്ങൾ രണ്ടും നല്ല ഒരു ജീവിതം നയിച്ചുകൊണ്ട് വന്നു. അതിനിടയ്ക്ക് അർജുൻ മരണപ്പെട്ടു. എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ അങ്ങോട്ട് പറയുവാണ്. പക്ഷെ ഗൗതത്തിന്റെ കാര്യം മാത്രം പറഞ്ഞില്ല. ഗൗതവുമായിട്ട് നേരത്തെ പ്രണയത്തിലായിരുന്നു, ആ കാര്യമൊന്നും പറഞ്ഞില്ല. കാരണം ആ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതു ഒരിക്കലും ഒരു സമ്മതിക്കില്ല എന്ന് അറിയുകയും ചെയ്യാം. പിന്നീട് ഇത്രയും പറഞ്ഞതിന് ശേഷം പറഞ്ഞു, അതെ എൻ്റെ അതുപോലെ തന്നെ അർജുനാണ് വലിയ ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞെന്നുള്ള. ആ മോഹം ഞങ്ങൾ നടക്കാതെ പോയത്. അത് മാത്രമല്ല അർജുന് ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഗൗതത്തിനും നന്ദയ്ക്കും ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ അവരുടെ ആ കുഞ്ഞെന്ന മോഹം. അപ്പൊ അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പ്രവൃത്തി ചെയ്ത് ഗീത് വരാൻ താമസിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി വേറൊരു മാർഗവും കണ്ടില്ല. അതുകൊണ്ട് മാത്രം ഞാൻ പെട്ടെന്ന് സരോഗസിക്ക് തയ്യാറായെന്ന് പറയാം. തീട്ടൻ ഗീത് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ചതിയല്ലേ ഇതേ, നിങ്ങൾ കാരണമല്ലേ? അല്ല അങ്ങനെയൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതാ എന്റെ സത്യാവസ്ഥ. ഒരിക്കലും എനിക്കൊരു അമ്മയാൻ സാധിക്കില്ല. എനിക്ക് നന്നായിട്ട് എന്റെ ഭർത്താവ് മരിച്ചു പോയി പിന്നെ ഞാൻ എങ്ങനെ അമ്മയാന്ന്. പക്ഷെ ദൈവമായിട്ട് എനിക്കൊരു അവസരം കൊണ്ട് തന്ന ആ അവസരം ഞാൻ വിനിയോഗിച്ചാൽ, പക്ഷെ ഈ കുഞ്ഞിനെ പ്രസവിച്ചാൽ അവർക്ക് കൊടുക്കത്തുള്ളൂ. എന്റെ കുഞ്ഞായിട്ട് ഒരിക്കലും ഞാൻ വളർത്താനൊന്നും പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ.
ഞാൻ ചെയ്ത് തെറ്റാണെങ്കിൽ എന്നോട് ഗീതു ക്ഷമിക്കാൻ പറയണം. ഇത് കേട്ടത് ഗീതു പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ, അതെ നിന്റെ അടുത്ത് നന്ദ വരും നിന്നെ കാണാനായിട്ട്. നന്ദ വന്നിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു കാരണവശാലും ദേ നിന്നെ വിളിച്ചോണ്ട് പോയി ഞാനെന്നുള്ള കാര്യം ഇവിടെ ആരോടും പറയരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടേ അറിയാലോ, പിന്നെ അതിന്റെ പേര് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്റെ വയറ്റിൽ വളർന്ന് അവരുടെ കുഞ്ഞ് ചിലപ്പോൾ നഷ്ടപ്പെടാനും കാരണം അതൊരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് മാത്രമല്ല, അതെ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഗീത പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് കാര്യമില്ല, വേണം കാല് പിടിക്കാന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി എന്ത് ചെയ്യണം, കാലിലേക്ക് വീഴാൻ തുടങ്ങണം. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്ന് പറഞ്ഞാലേ പിങ്കിയുടെ സ്വഭാവം. പക്ഷെങ്കില് പാവം ഗീത ഈ ട്രാപ്പിനകത്ത് പെട്ടുപോയി. ഗീതുവിന്റെ വിചാരം എന്താ, ഇവര് പറയുന്നതെല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്, സത്യം മാത്രമാണ് പറഞ്ഞതെന്ന് ഓർത്താം. ഗീത പറഞ്ഞു, ശരി എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഞാൻ വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറയാണ്. പിന്നീട് പിങ്കി സന്തോഷത്തോട് കൂടിയിട്ട് ഇരിക്കുവാണ്. ആ സമയം പുറത്തുപോയ നന്ദ ഒരു കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് കയറി വരുവാണ്. അകത്തേക്ക് കയറിയപ്പോ ഗൗതം പുറകെ വരുന്നത്, നന്ദ നീ ഇതെങ്ങോട്ടാ പോണം, അവിടെ നിൽക്കാൻ പറയണം. അരുത് പറഞ്ഞു, നന്ദ നീ ഇതെങ്ങോട്ടാ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ പിങ്കിനെ, ഇന്നത്തോടുകൂടി അവളെ കേടി ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ പിങ്കിയുടെ റൂമിലേക്ക് അങ്ങോട്ട് ഓടി ചെല്ലുവാണ്. പറയെ ഗൗതമം അങ്ങോട്ട് ചെന്നു. അതേസമയം പിങ്കി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എന്നിട്ട് ചോദിച്ചു, പിങ്കി നിന്റെ ക്ഷീണമൊക്കെ മാറിയോന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞാൽ പിങ്കി ചോദിച്ചു, അത് പിന്നെ സരോഗസൊക്കെ ചെയ്താൽ അല്പം ക്ഷീണമൊക്കെ ഉണ്ടാവില്ലേ, ക്ഷീണം ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാന്ന് പറയണം. ഇത് കേട്ടപ്പോഴത്തേനും നന്ദിക്ക് കാര്യം മനസ്സിലായി, ഇവള് മനഃപൂർവ്വം പക വീട്ടുന്നതാണ്. അപ്പത്തേനും ഗൗതമം കൂടെ അങ്ങോട്ട് വന്നു. ഗൗതത്തിനെ കണ്ടതും പിങ്കി അങ്ങോട്ട് ആക്ക് മാറ്റി. അതെ നിങ്ങളുടെ രണ്ടുപേരുടെ കുഞ്ഞാ എന്റെ ഉദരത്തിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നേ അറിയാലോ എന്ന് പറയണം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല പിങ്കിന്ന് ചോദിക്കുക. നന്ദ പറഞ്ഞു, എനിക്കറിയാം നീ ഇങ്ങനെ ഒരു ട്രാപ്പ് ചെയ്താന്ന്, ഒരിക്കലും ഇത് വെറുതെ വിടാനായിട്ട് ഞാൻ പോകുന്നില്ല, എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് നന്ദി എന്ത് ചെയ്യണം, ഇത് ഞാൻ തെളിയിച്ചിട്ടോളെന്ന് പറഞ്ഞിട്ട് ഗീതനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ ഗീതു പുറത്ത് നിൽക്കുന്നുണ്ട്. ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തന്റെ അടുത്തേക്ക് വന്ന് നന്ദ ഡോക്ടർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് അങ്ങനെ സത്യം പറയാതിരിക്കാനാവും, സത്യം പറയാനും പറ്റില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് ഗീതു പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ ഇന്ന് കണ്ടത്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും വരാട്ടോ. ഇതിന് ശേഷം ഇനിയിപ്പോ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും കിരണിന്റെയും കല്യാണിയുടെയും എല്ലാവരുടെയും വിശേഷങ്ങൾ, ബാലന്റെയും ഗോവിന്ദിന്റെയും എല്ലാം വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.